ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണാണല്ലോ വരുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ ചൊവ്വരി സാബുദാനയും മാങ്ങയും വെച്ചിട്ടാണ്, മാംഗോയും കൂടി വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം സാബുദാന, അതായത് നമ്മുടെ ചൊവ്വരി ഒന്ന് കുതിർത്ത് വെക്കണം. ചില ചൊവ്വരി ചെറിയ സൈസാവും, ചിലത് നല്ല വലിയ സൈസാവും. എന്തായാലും ഇത് നല്ല വേവ് ഉണ്ടാകും. അപ്പോൾ ആ വേവിൻ്റെ ഇത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുതിർത്ത് വെച്ചു, എന്നിട്ട് ഉച്ചക്ക് എടുത്തു. അപ്പോൾ ഈ സാബുദാന നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വേവ് ഉണ്ടാവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും സാധനം. അല്ലെങ്കിൽ നമുക്ക് കുക്കറിലൊക്കെ ഇത് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം ഞാനൊരു അടി തട്ടിയുള്ള കുഴിയുള്ള തവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ സാബുദാന ഇട്ട് കൊടുക്കുകയാണ്, വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അതേ സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു ശർക്കരയുടെ അച്ച്, അതായത് ലൈറ്റ് കളർ എൻ്റെ അടുത്തൊരു ശർക്കര ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഡാർക്കും ഉണ്ടായിരുന്നു. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടിട്ട് പിന്നെ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. നല്ല ഡാർക്ക് കളറിൽ ശർക്കര എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളർ പായസം കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഡാർക്ക് കളർ ശർക്കര, അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതേ സമയം കൊണ്ട് തന്നെ നമ്മുടെ സാബുദാന നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലേക്ക് സാബുദാന ആയി വരും. പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം സമയം എടുക്കേണ്ടി വരില്ല. ഇങ്ങനെ കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുതിർത്തിട്ടില്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അത് വെന്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പായസത്തിൽ കടി വരും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് സാബുദാന നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം. കല്ലുണ്ടാവും. ഓക്കെ, അപ്പോൾ അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുത്തിപ്പൊടിച്ച ശർക്കര, കല്ലില്ല എന്നാണെങ്കിൽ കുത്തിപ്പൊടിച്ച ശർക്കര ഇതിലിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ടും ഒന്നുകൂടി തിളപ്പിച്ച് എടുക്കണം. നമ്മളിത് വേവിച്ച് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇത് ഇളക്കി കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ പായസം. എന്താ വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഇടുന്നുണ്ടല്ലോ, മാങ്ങ ഒക്കെ ഇടുന്ന കാരണം കൊണ്ട് തന്നെ ശർക്കരയുടെ മധുരവും മാങ്ങയും പുളിയും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 മാങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2 മാങ്ങയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് പൾപ്പാക്കി എടുക്കുകയാണ്, അരച്ചിട്ട്. അപ്പോൾ ഇത് പൾപ്പാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പൾപ്പ് നമ്മളിനി ഈ ശർക്കരപ്പാനി തിക്കായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഇല്ല, നല്ല തിക്കായി വരും. എന്തായാലും സാബുദാനം കൂടി ഉണ്ടാക്കുന്ന പായസം എന്ന് പറഞ്ഞാൽ നല്ല തിക്കാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ പൾപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ച മാങ്ങ, പഴുത്ത മാങ്ങ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇടയിൽ ഈ കട്ട് ചെയ്ത മാങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ല നിങ്ങൾക്ക് മാങ്ങ കടിക്കേണ്ട എന്നാണെങ്കിൽ ഫുള്ളായി പൾപ്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ 2 പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. ആ 2 പാലിൽ വേവിച്ചെടുക്കാം. അല്ല, നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ 2 പാലിൽ സാബുദാന വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 രീതിക്കും ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ 2 പാലിൽ കടന്നിട്ട് ഈ സാബുദാനയും മാങ്ങയും വേവണം. മാങ്ങ വെന്തിട്ടില്ലല്ലോ, മാങ്ങ നമ്മൾ ഇപ്പോൾ എടുത്തത്. അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് 2 പാലിൽ വേണം നമ്മൾ മാങ്ങ വേവിച്ച് കൊടുക്കാനും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഈ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്ന പരിപാടി വരുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കണം, വളരെ നല്ലതാണ്. പായസം എനിക്ക് തോറും കട്ടി വരുമല്ലോ, അത് ചൗവരി പായസം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കട്ടി വരും. അപ്പോൾ അതിലോട്ട് ഞാൻ പിന്നെ മാങ്ങ ഇതൊക്കെ വന്നപ്പോൾ അതിലോട്ട് ഞാൻ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കുകയാണ്. കുത്തി പൊടിച്ചതാണ്. ഗ്രൈൻഡറിൽ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചുക്ക് പൊടിച്ചതിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഓപ്ഷനാണ്, ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന പായസങ്ങളൊക്കെ ഒരുവിധം ഈ ചുക്കും പൊടിച്ചതിട്ട് കൊടുക്കും. ഈ ഗോതമ്പ് പായസം, കടലപ്പരിപ്പ് പായസമൊക്കെ അല്ലേ. അപ്പോൾ ഗ്യാസിൻ്റെ എഫക്റ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ചുക്ക് നല്ലതാണല്ലോ. അപ്പോൾ ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്തു, ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അധികം കട്ടിയില്ല, പക്ഷേ കട്ടി വരും. ഇനി നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത് 1 പാലാണ്. 1 പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അതും ഇളക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം 1 പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ചെറിയ 1-2 തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. എപ്പോഴും ഈ കട്ടിയുള്ള ശർക്കര എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പായസം കാണാൻ നല്ല മൊഞ്ചുണ്ടാവും, നല്ല ഡാർക്ക് കളറിൽ ഉണ്ടാകും എന്തായാലും. പക്ഷേ ഇതുള്ള കാരണം, മാങ്ങ ചേർക്കുന്ന കാര്യം ഒരു മഞ്ഞ കളർ ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്. എന്ന് വെച്ചാൽ പുളി ഉണ്ടല്ലോ, മാങ്ങയുടെ എത്ര മധുരമുള്ള മാങ്ങയാണെങ്കിലും അതിൽ ചെറിയൊരു പുളി ഉണ്ടാവില്ലേ, ആ പുളിയും ഈ ശർക്കരയുടെ മധുരവും കൂടി ചേരുമ്പോൾ സംഭവം സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അങ്ങനെ മട്ടിക്കണ ഇതില്ല. നിങ്ങൾ പാകത്തിന് മധുരം ചേർത്താൽ മതി. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ പാകത്തിന് മധുരം ചേർത്താൽ മതി. ഈ കുറേ മധുരം ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് മട്ടിക്ക് വരിക. അപ്പോൾ അതാ ചെറിയ തള വന്ന് ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ എന്താ പറയുക, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറവിടണം. അതിന് ആസ് യൂഷ്വൽ പായസത്തിൽ നമ്മളിങ്ങനെ വറവിടുക, പശു നെയ്യ് ഉണ്ടല്ലേ, ആ പശു നെയ്യ് എടുക്കുക. എന്നിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങ കൊത്ത് വേണമെങ്കിൽ ഇടാം. ഞാനിടുന്നില്ല. എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നെയ്ച്ചോറിലും ഇതിൽ പോലും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടുന്ന വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല. ഞാൻ അല്ലാതെ അങ്ങനെ കഴിക്കില്ല. പിന്നെ പക്ഷെ നമുക്ക് പായസത്തിൽ പെട്ടല്ലേ പറ്റൂ. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറവ് ഇടണ്ട എന്നാണെങ്കിൽ ചെറുതായിട്ട് നെയ്യൊന്ന് ചൂടാക്കിയിട്ട്, നെയ്യ് മാത്രം ചൂടാക്കിയിട്ട് അതിന് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പായസത്തിന് മുകളിൽ ചിലർക്കൊന്നും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങൊന്നും പായസത്തിൽ ചിലർ കഴിക്കില്ല, പെറുക്കിയെടുത്ത് കളയും. അപ്പോൾ ഉള്ളവർക്ക് നെയ്യ് ചെറുതാക്കി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലും എന്താ പറയുക, അതിന് മണം കിട്ടും, നെയ്യിൻ്റെ മണം കിട്ടും. നെയ്യിൻ്റെ മണം മസ്റ്റാണ് നമുക്ക്. ഇല്ലെങ്കിൽ പായസം ഈ വറവിട്ടില്ല എന്നാണെങ്കിൽ പായസം പൂർണ്ണതയിലോട്ട് എത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് സംഭവം ഞാനിവിടെ സ്ലോ ഫ്ലെയിമിലാണ് ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കുക. ചിലവർക്ക് നല്ല ബ്രൗൺ കളറാവണം. ശരിക്കും അണ്ടിപ്പരിപ്പ് ഒരു മീഡിയം ബ്രൗൺ കളറായാൽ മതി. നമ്മുടെ മുന്തിരിങ്ങ നല്ല അങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാൽ പൊങ്ങി വരണം. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മുന്തിരിങ്ങ പതുക്കെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഈ ഇപ്രാവശ്യം വാങ്ങിയ മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള മുന്തിരിങ്ങയായിരുന്നു. അപ്പോൾ എനിക്ക് മുന്തിരിങ്ങ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിക്കണമെങ്കിൽ അല്ലാതെ ഞാൻ മുന്തിരിങ്ങ അച്ചാറിടുമ്പോൾ തേങ്ങയുടെ കൂടെ, തേങ്ങ എന്ന് പറയുന്നത് നാരങ്ങയുടെ കൂടെ അച്ചാറിടുമ്പോൾ മുന്തിരിങ്ങ ഇടും. അപ്പോൾ എനിക്ക് മുന്തിരിങ്ങയും എന്താ പറയുക ഈത്തപ്പഴമൊക്കെ ഞാനിടും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ അച്ചാർ. ചെറിയൊരു പുളിയും എപ്പോഴും ഈ പുളിയും മധുരവും ചേർന്ന് നിൽക്കുന്നതിനോട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. നാരങ്ങയും ഈത്തപ്പഴവും മുന്തിരിങ്ങയും. ഓക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ പായസം വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. ഈ എന്താ പറയുക, ഇല വാട്ടിയിട്ട് അതിൽ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൽ ഒഴിക്കുക. അപ്പോൾ ഇലയുടെ ഒരു മണം വരുമല്ലോ, ഒരു നമ്മുടെ വാഴയിലയുടെ മണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. വേറെ പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നല്ല അത്ര പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത്യാവശ്യം ചൗരെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ കുറുകി വരും. ഞാൻ ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും അതിങ്ങനെ കുറുകി വരും. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ അടപ്രഥമനായാലും എന്ത് പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുക. തിളപ്പിച്ച വെള്ളം വേണം പിന്നീട് അതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ. ഈ കട്ടിയുള്ള പായസത്തിലോട്ട് ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. അത് കറിയിലായാലും എന്തായാലും അതിൻ്റെ കൺസിസ്റ്റൻസിയും ടേസ്റ്റും പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ മുന്തി നിൽക്കും. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിക്ക് നിങ്ങൾക്ക് ഓണത്തിന് പായസം ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് മാങ്ങയും ചൊവ്വരിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.